എന്തിനാണോ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നത്? ഈ ട്രങ്ക് ഒന്ന് എടുക്കാവോ? തലയിലെടുത്ത് വെച്ചേ പറയാനെന്തരവാ, ഈ ട്രങ്ക് തലയിൽ വെച്ച പൊള്ളുന്ന വെയിലേൽക്കാതെ രക്ഷപ്പെടാമല്ലോ. ഈ ട്രക്കിനകത്ത് ഏതോ നിധിയുണ്ടെന്നാണ് തോന്നുന്നത്. ആ നിധി ഇന്ന് ഈ ബലൂൺ കടൻ സ്വന്തം. നിങ്ങളെ ഞാൻ കബളിപ്പിച്ചത് കണ്ടില്ലേ? ബലൂൺ കള്ളൻ പറക്കുകയാണ് അങ്ങ് ആകാശത്തോളം. എന്റെ ട്രങ്ക് മോഷിച്ച് പറന്നുയർന്നത് കണ്ടല്ലേ? അവനെ പിടിക്കൂ. എന്റെ പല്ല സാറേ, ആ ട്രങ്കിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളോ മറ്റോ ആയിരുന്നു. അല്ലാതെ പിന്നെ മണ്ണോ? ഒരു വർഷമായി ശേഖരിച്ചു വെച്ചിരുന്ന ഉപയോഗശൂന്യമായ കടലാസും ആക്രി സാധനങ്ങളുമായിരുന്നു. ഞാനത് വിൽക്കാൻ പോവുകയായിരുന്നു. നിനക്ക് ഇതുപോലെ സൂക്ഷിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ? നിന്റെ 10 ദിവസത്തെ സാലറി കട്ട്. എന്താ? ഒന്ന് വേഗം പോ ബഹദൂറെ, ഈ പണപ്പെട്ടി എത്രയും പെട്ടെന്ന് ഫണ്ടൂഷ് നഗർ ബാങ്കിൽ എത്തിക്കേണ്ടതാ. ഇത് ഞാൻ എടുക്കുകയാണ്. ഞാൻ നിങ്ങളെയും പറ്റിച്ചിരിക്കുന്നു. ബലൂൺ കള്ളൻ പറക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെയാണ് ഞാൻ. എടോ ബഹദൂറെ, ബ്രേക്ക് ചവിട്ടടാ. എന്റെ പോലീസ് മാഡം, നിങ്ങളുടെ മേക്കപ്പ് ഉഗ്രനായിട്ടുണ്ടല്ലോ. ഇനി ഒരു അല്പം പെർഫ്യൂം അടിച്ചോളൂ, പിന്നെ എല്ലാം പൂർണ്ണമായിരിക്കും. അതെയോ? താങ്ക് യു, താങ്ക് യു. കാറ്റിൽ പറക്കുന്നതിനോടൊപ്പം തന്നെ ഈ പിടയ്ക്കുന്ന മീനിനെ തിന്നു രസിക്കാം. മിമിക്രി ചേട്ടാ. നല്ല ചൂടുള്ള റുമാലി റൊട്ടി. അവനൊരു കാറ്റ് പോലെയാ വന്നത്, പക്ഷെ പോയതോ കൊടുങ്കാറ്റ് പോലെയും. എന്റെ ദേഹത്ത് പെർഫ്യൂം അടിച്ച് എന്റെ മേക്കപ്പ് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതെ, പറന്ന് നടക്കും ബലൂൺ കള്ളനെ പിടിക്കാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തണം. പിന്നെ നിങ്ങളെല്ലാവരും നോക്കിക്കോ. ഞാൻ വഴി കാണുന്നുണ്ട്. നോക്ക്, ഈ ടാബ്ലറ്റ് കഴിച്ചാൽ ബലൂൺ കണ്ണന്റെ അടുത്തെത്താൻ സാധിക്കും. പക്ഷേ എന്താ ബൽബന്ധിത്? ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കൂ. ഈ ടാബ്ലറ്റിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അമ്മാവൻ തന്നെ പൊങ്ങുവാണല്ലോ, ബലൂണിനെ പോലെ. അമ്മാവാ നിൽക്ക്. നിങ്ങൾ എന്താ ചെയ്തത് കോച്ചി സിംഗ് സാറേ? എന്നെ എന്തിനാ ബലൂണാക്കി മാറ്റിയത്? ഞാൻ ഈ ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇതുകൊണ്ട് കെട്ടിയാൽ പിന്നെ പറക്കില്ല. അതാ പോകുന്ന ബലൂൺ കള്ളൻ. പിടിക്കൂ, അവനെ പിടിക്കൂ. ഐഡിയ. ഇനി അമ്മാവൻ ബലൂൺ കള്ളനെ പിടിക്കും. അമ്മാവാ, ആ ബലൂൺ കള്ളനെ പിടിക്കാൻ അമ്മാവന്റെ സഹായം വേണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാനെപ്പോഴും തയ്യാറാണെന്ന് അറിയാലോ അനന്തരവാ. പോലീസ് മാഡം, ബഹാദൂർ അങ്കിൾ, ഇതിനകത്തേക്ക് കേറ്. ഇതാണ് നമ്മുടെ അമ്മാവൻ ഹോട്ടേർ ബലൂൺ. ഇത് വെച്ച് നമുക്ക് ബലൂൺ കള്ളനെ പിടിക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇപ്പോഴേക്ക് ഞാൻ അമ്മാവന് കൊടുക്കാനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കാം. എന്റെ മോടും, എനിക്ക് താഴെ നോക്കുമ്പോൾ ഭയങ്കര പേടി തോന്നുന്നു. നേരം കൊണ്ട് നിൽക്കുന്നുണ്ടാ. ഇതാരാ വരുന്നത്? ആകാശത്തും എന്റെ പിറകെ വരുന്നു നാശങ്ങൾ. ഐഡിയ. ബൈ ബൈ. അമ്മാവാ,
കുറച്ചു നേരത്തേക്ക് ശ്വാസം പിടിച്ചു നിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകും. എടാ അനന്തരവ, എന്താണെങ്കിലും വേഗം ചെയ്യണേ. എനിക്ക് അധികം നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ വയ്യ. ചെല്ലു ബഹദൂറെ, നിന്റെ ബെൽറ്റിന്റെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് ആ കള്ളന്റെ അടുത്തേക്ക് നീ ചെല്ല്. എന്റെ മാഡം, എനിക്ക് താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര പേടി തോന്നുന്നുണ്ട്. തീരെ നിന്ന പേരിന്റെ അർത്ഥം. എന്നിട്ട് ഇത്രയും പേടിയോ? താഴേക്ക് നോക്കാതെ മേലോട്ട് നോക്കിക്കൊണ്ട് ബലൂൺ കള്ളന്റെ അടുത്തെത്താൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ലടാ. ബൈ ബൈ. എന്നാ പിടിച്ചോ. ഞാൻ പോകാണ്. ബലൂൺ കള്ളൻ ദൂരെ പോവാണല്ലോ. അമ്മാവാ, ഈ കുട നിവർത്ത്, എന്നിട്ട് രണ്ട് സൈഡിലേക്കും കറക്ക്. എങ്കിലേ നമുക്ക് അയാളുടെ പുറകെ പോവാൻ പറ്റൂ. അമ്മാവാ, പുറകിലല്ല, മുൻപില്. ഇത് നല്ല ഉഗ്രൻ ഐഡിയ ആണല്ലോ. ഈ കുടകളെ ഞാൻ ഷീൽഡ് പോലെ യൂസ് ചെയ്തോളാം. ഞാൻ നിങ്ങളെ വീണ്ടും പറ്റിച്ചേ. ബലൂൺ കണ്ണൽ പറക്കുന്നത് കണ്ടാൽ ഒരു കൊടുങ്കാറ്റ് പോലെയാ തോന്നാറ്. ഐഡിയ. അമ്മാവാ, യോഗ സ്റ്റെപ്പ് ചെയ്തോളൂ. ശക്തിയായി ശ്വാസം വലിച്ച് ശക്തിയായി പുറത്തേക്ക് വിട്. അയ്യോ, ആകാശത്തുനിന്ന് ഉരുൾപൊട്ടലുണ്ടായെന്നാ തോന്നണേ. അയ്യോ, എന്താ ഇത്? പിടിച്ചോ. ഇതെന്ത് കയ്യിൽ ഒട്ടി പിടിക്കുന്ന മീനാ? ഈ മീനുകളെ വെച്ച് നമുക്കൊരു പണിയൊപ്പിക്കാം. മോനെ, നിനക്കൊട്ടും മുന്നമില്ലാതായി പോയില്ലോടാ. ഒരു മീൻ പോലും എന്റെ ദേഹത്ത് കൊണ്ടില്ല. അതിന് നിങ്ങളെ ആരാ ഉന്നം വെച്ചത്? ഞാൻ ബലൂണിനെ ആണല്ലോ എറിഞ്ഞത്. വേണ്ട വേണ്ട, എന്താ ഇത്? വേണ്ട വേണ്ട, എന്നോട് ഈ ദ്രോഹം ചെയ്യില്ലേ. നിൽക്കൂ നിൽക്കൂ, എന്നെ രക്ഷിക്കൂ. അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. ഇതെന്താ ചൂർണമോ? എന്തൊരാശ്വാസമെന്നറിയോ? എന്റെ വയറ് വീർത്ത് വലിയൊരു ബലൂണ് പോലെ ആയതല്ലേ. ഞാൻ രക്ഷപ്പെട്ടു അനന്തരവാ. എന്റെ അമ്മാവ, നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി എന്താ സംഭവിക്കുക? നമ്മളിനി എന്താ ചെയ്യണ്ടേ? ബബിൾഗം ചവച്ചു ഒരു ബലൂൺ ഉണ്ടാക്ക്. എന്നിട്ട് ബലൂണ് പൊട്ടിച്ച് ഈ ടബിന് മുന്നിൽ ഒട്ടിക്ക്.
നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസ് മേഡത്തിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. ബലൂൺ കള്ള, ഇനി നീ ഒരിക്കലും ആകാശത്ത് പറന്ന് നടക്കില്ല, ജയിലിൽ അഴിയണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? ഓയ് അതേ അനന്തരവാ.